മക്കളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് 10-10. അതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒരു കവിതയായിരുന്നു, കവിത പേട്. അതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. 10 എന്ന് പറഞ്ഞാൽ ഇലകൾ, പേട് മരം, പേട് മരം. ദർജി, ദർജി, ദർജി പറഞ്ഞാൽ തയ്യൽക്കാരൻ, ദർജി തയ്യൽക്കാരൻ. കിതനെ, കിതനെ എത്ര, കിതനെ എത്ര, കിതനെ എത്ര. സിൽന തുന്നുക, സിൽന തുന്നുക. വസ്ത്രങ്ങളൊക്കെ തുന്നൂലേ, തുന്നുക, സൂചി നൂല് ഉപയോഗിച്ച് തുന്നും. മിഷനിൽ വെച്ചിട്ട്, തയ്യൽ മിഷനിൽ വെച്ചിട്ട് ചെയ്യൂലേ, തുന്നുക. ഗോൻസല, ഗോൻസല പറഞ്ഞാൽ കൂട്, കിളികളുടെ കൂടാണ് ഗോൻസല. ഗോൻസല കിളിക്കൂട്, കൂടിനെയാണ് ഗോൻസല എന്ന് പറയുന്നത്. ഹവായും, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റ് എന്നും വായു എന്നും അർത്ഥമുണ്ട്. നമുക്കിവിടെ വായു എന്ന അർത്ഥമാണ് ഈ കവിതയിൽ എടുക്കേണ്ടത്. കാരണം അതിൽ പറയുന്നത് മരത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെയുള്ളത്? വെള്ളം, വായു, മണ്ണ്, അല്ലേ? അതൊക്കെ സൂര്യപ്രകാശം, അതൊക്കെ മരങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഇതിൽ പറയുന്ന ഹവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായു എന്നാണ്. ഹവ കാറ്റ് എന്നും വായു എന്നുള്ള മീനിങ് എഴുതിയിട്ടുണ്ട്. അടുത്തത് ധൂബാണ്. ധൂബ് എന്ന് പറഞ്ഞാൽ വെയിൽ. ധൂബിൻ്റെ ചിഹ്നം ഊ എന്ന ചിഹ്നമാണ് കേട്ടോ. അതിവിടെ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ധൂബ് പറഞ്ഞാൽ എന്താണ്? വെയിൽ, വെയിൽ, പ്രകാശം. ബിഗർന, ബിഗർന എന്ന് പറഞ്ഞാൽ ചിതറുക, ബിഗർന ചിതറുക. ബിഗർന എന്താണ്? ചിതറുക. കതരൻ, കതരൻ കഷ്ണം കഷ്ണമായിട്ട്, കഷ്ണം കഷ്ണമായിട്ട് ചിതറുക, കഷ്ണങ്ങളായിട്ട് ചിതറുക. കതരൻ, കതരൻ പറഞ്ഞാൽ കഷ്ണങ്ങൾ. ബിഗർന ചിതറുക. മിട്ടി, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. എന്താണ് മിട്ടി? മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. മിട്ടി പറഞ്ഞാൽ എന്താണ്? മണ്ണ്. സിൽക്കർ, സിൽക്കർ തുന്നിയിട്ട്, തുന്നിയിട്ട്. സിൽക്കർ എന്താണ്? തുന്നിയിട്ട്. അപ്പം ഈ കർ എന്നുള്ളതിന് ചെയ്തിട്ട് എന്നുള്ള അർത്ഥമാണ് വരിക. സിൽക്കർ പറഞ്ഞാൽ തുന്നിയിട്ട്, സിൽന പറഞ്ഞാൽ തുന്നുക. സിൽക്കർ, സിൽക്കർ കണ്ട ഇവിടെ കറന്ന്. സിൽക്കർ പറഞ്ഞാൽ തുന്നിയിട്ട്. പടുക്കർ എന്നാണെങ്കിലോ പഠിച്ചിട്ട്. ചൽക്കർ നടന്നിട്ട്. അങ്ങനെ എല്ലാത്തിനും ചെയ്തിട്ട് എന്നുള്ള അർത്ഥം വരും. മനസ്സിലായോ? അതാണ് കർ ചേർക്കുമ്പോഴുള്ള മാറ്റം. അപ്പൊ സിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? തുന്നിയിട്ട്. കഹ്ക്കർ പറഞ്ഞിട്ട്, പറഞ്ഞിട്ട്, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയില്ലേ. കഹ്ക്കർ, കഹ്ക്കർ പറഞ്ഞതാണ് പറഞ്ഞിട്ട്. അപ്പൊ ചെയ്തിട്ട് എന്നുള്ള അർത്ഥമാണ് കർ എന്നതിന് വരുന്നത്. രംഗ്, രംഗ് എന്ന് പറഞ്ഞാല് നിറം, നിറത്തിനെയാണ് രംഗ് പറയാം. നിറം എന്നും വർണ്ണം എന്നും പറയും. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം തന്നെയാണ് കേട്ടോ. രംഗ് നിറം. ബനായെ, ബനായ പറഞ്ഞാൽ നിർമ്മിച്ചു, ബനായെ നിർമ്മിച്ചു. പാനി, പാനി വെള്ളം, പാനി പറഞ്ഞാൽ വെള്ളം, ജലം. ജോഡ, ജോഡ പറഞ്ഞാൽ യോജിപ്പിക്കുക, ജോഡ യോജിപ്പിക്കുക. തരാശ് രൂപപ്പെടുത്തൽ, തരാശ് രൂപപ്പെടുത്തൽ. കിനാരെ, കിനാരെ പറഞ്ഞാൽ തീരം, കിനാരെ തീരം. ജമീൻ ഭൂമി, ജമീൻ ഭൂമി. മഹക്ക്, മഹക്ക് പറഞ്ഞാൽ സുഗന്ധം, മഹക്ക് എന്താണ്? സുഗന്ധം. ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, മഹക്ക് സുഗന്ധം. കിനാരെ തീരം, അരികുകൾ, തീരങ്ങൾ എന്നൊക്കെ പറയും കിനാരെ. പശ്മീനെ, പശ്മീനെ എന്ന് പറഞ്ഞാൽ മൃദുവായ കമ്പിളി വസ്ത്രത്തിനാണ് പശ്മീനെ എന്ന് പറയാം. പശ്മീനെ, ഇവിടെ അങ്ങനെ ഒരു വര ഉണ്ടാവും കേട്ടോ, അപ്പോഴേ ഷാ എന്നുള്ള അക്ഷരം പൂർണ്ണമാവുള്ളൂ. പശ്മീനെ മൃദുവായ കമ്പിളി വസ്ത്രം, പശ്മീനെ മൃദുവായ കമ്പിളി വസ്ത്രം. ജാമുൻ, ജാമുൻ പറഞ്ഞാൽ ഞാവൽപ്പഴം, ഞാവലിനെയാണ് ജാമുൻ എന്ന് പറയുന്നത്. ബാഗ്, ബാഗ് പറഞ്ഞാൽ തോട്ടം, ബാഗ് തോട്ടം. അപ്പം അതിൽ ഏകദേശം വരാൻ സാധ്യതയുള്ള നമ്മൾക്ക് പഠിക്കേണ്ട എല്ലാ മീനിങ്ങുകളും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ചില മീനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും, എന്നാൽ ചില കുട്ടികൾക്ക് അറിയാത്തതുമായിരിക്കും അല്ലേ. എല്ലാ മീനിങ്ങും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ, ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടായിരിക്കും. ആ മീനിങ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. അത് നിർബന്ധമാണ് എങ്കിലാണ് നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് മീനിങ് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. എല്ലാവരും നിർബന്ധമായിട്ടും ഈ മീനിങ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് പഠിക്കുക. ഓരോന്നും ഒരു 5 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കാം. ഓക്കെ.